ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ്. അതായത് നമ്മുടെ മക്കളെയെല്ലാം നമ്മൾ എല്ലാ വീട്ടിലും തന്നെ കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇത് ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം. എങ്കിൽ തന്നെയും എനിക്ക് ഒന്നുകൂടി അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ളതും എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് തോന്നുന്നതുമായ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം. ആ കുടുംബത്തിൽ ജനിച്ച് വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും പാരമ്പര്യമായിട്ട് അവരിൽ കുറച്ച് സ്വഭാവങ്ങൾ അത് അവരിൽ പാരമ്പര്യമായിട്ടുണ്ടാകുന്നതായിരിക്കും. അതല്ലാതെ ബാക്കി അവരിൽ ഉണ്ടാക്കുന്ന സ്വഭാവങ്ങളെല്ലാം തന്നെ നമ്മൾ കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. ആ കുടുംബത്തിൽ നിന്ന് അപ്പം നമ്മൾ കുറച്ച് കുടുംബത്തിനകത്ത് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അത് നമുക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നല്ല അനുസരണാശീലമുള്ള നല്ല ഒരു കുഞ്ഞുങ്ങളാക്കി വളർത്താൻ സാധിക്കുകയുള്ളൂ. അതിന് ഞാൻ പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെറുപ്രായത്തിലെ കുഞ്ഞുങ്ങളുടെ പ്രധാന ഒരിതാണ് വാശി പിടിക്കുക എന്നുള്ളത്. അവരുടെ എല്ലാ വാശികളും നിങ്ങൾ സാധിച്ചു കൊടുക്കരുത്. കുറച്ച് വാശികളും കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണമെങ്കിലേ നടക്കുകയുള്ളൂ. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് വാശി എല്ലാ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ സാധിച്ചു കൊടുക്കുക. എന്നാൽ പൂർണ്ണമായിട്ടും അവരുടെ വാശികൾക്കൊത്ത് നമ്മൾ നിന്ന് കൊടുക്കരുത്. അവർ കരഞ്ഞോട്ടെ, കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ മക്കളോട് ഭയങ്കര സ്നേഹമാണ്, എല്ലാം ശരിയാണ്. പക്ഷേ നമ്മളെല്ലാ വാശികളും ചെറുപ്പത്തിലേ മുതൽ സാധിച്ചു കൊടുക്കരുത്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, അവർ ചോദിക്കുന്നതൊന്നും എല്ലാം തന്നെ വാങ്ങി കൊടുക്കരുത്. അവരിപ്പോൾ കുഞ്ഞിതിലേ മുതൽ ഓരോരോ ആവശ്യങ്ങൾ പറയും. ഇന്ന് പല പേരൻസും ചെയ്യുന്ന കാര്യമാണ്. അവരുടെ പേരൻസ് മക്കളെ സ്നേഹിക്കുന്നത് മൊത്തം അവരുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്തുകൊണ്ടാണ്. അത് വളരെ ദൂഷ്യം ചെയ്യുന്നൊരു കാര്യമാണ്. അവർ ചോദിക്കുന്നതെല്ലാം നമ്മൾ വാങ്ങി കൊടുക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുന്നത് അച്ഛൻ്റെ കയ്യിൽ പൈസയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ പൈസയുണ്ടെങ്കിൽ എനിക്കത് വാങ്ങിത്തരാമോ എന്നുള്ള ഒരു രീതിയിലായിരിക്കണം. അങ്ങനെ വേണം നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്താൻ. അതായത് നമ്മുടെ പൈസയുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി വേണം കുഞ്ഞുങ്ങൾ ചെറുപ്രായത്തിലേ വളരാൻ. പല പേരൻസും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചതാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ വളരാതിരിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. എന്തും അവർക്ക് സാധിച്ചു കൊടുക്കും. പക്ഷേ അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നന്മയല്ല, അവരെ തിന്മയിലേക്കാണ് അത് നയിക്കുന്നത്. അവരുടെ സ്വഭാവം അത് വേറൊരു രീതിയിലേക്ക് വളരുന്നതിന് സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, അച്ഛനും അമ്മയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വച്ച് അവർ പ്രകടിപ്പിക്കാതിരിക്കുക. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അച്ഛൻ എന്തെങ്കിലും ഒരു കാര്യം കുഞ്ഞുങ്ങൾക്ക് അനുവാദം കൊടുത്തു, അല്ലെങ്കിൽ കളിക്കാനുള്ള സമയം, അല്ലെങ്കിൽ എന്തെങ്കിലും എങ്ങോട്ടെങ്കിലും ഇപ്പോൾ ടൂർ പോവുക അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ പൊക്കോളാൻ പറഞ്ഞെങ്കിൽ, അച്ഛൻ പോകണ്ട എന്ന് പറഞ്ഞെങ്കിൽ അമ്മ പറയും അത് അവൻ പൊക്കോട്ടെ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യുന്ന പല വീടുകളിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതുപോലെ തന്നെ അമ്മ വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ അച്ഛൻ പറയും അവർ ചെയ്തോട്ടെ ചെയ്തോട്ടെ. അതവിടെ അച്ഛനും അമ്മയും തമ്മിലൊരു കോമ്പറ്റീഷനാണ് നടക്കുന്നത്. പക്ഷേ അത് കുഞ്ഞുങ്ങളെ ഭയങ്കര ഒരു എന്താ പറയുക, അവർ ഒരിക്കലും നമ്മളെ അനുസരിക്കില്ലാത്തൊരു ഇതാണ് ആക്കുന്നത്. കാരണം അച്ഛനൊരു അഭിപ്രായം പറഞ്ഞു, അമ്മ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആളുടെ അടുത്ത് അവന് കൂടുതൽ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കാണിക്കും. പക്ഷേ അത് അപ്പോൾ മാത്രമേ ഉള്ളൂ. അവൻ വളർന്നു വരുമ്പോൾ അവൻ തീർച്ചയായിട്ടും അച്ഛൻ പറയുന്നതും അമ്മ പറയുന്നതും അനുസരിക്കില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. രണ്ടുപേരും പറയുന്ന ഒരഭിപ്രായമായിരിക്കണം, അത് എന്ത് തന്നെയായാലും. ഇനിയിപ്പോൾ പിന്നീട് ആ അഭിപ്രായം നിങ്ങൾക്ക് തോന്നുകയാണ് അത് അങ്ങനെ അച്ഛൻ പറഞ്ഞത് അഭിപ്രായം അച്ഛനിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ കാര്യം ശരിക്കും അത് അച്ഛൻ പറയുന്നതാണ് തെറ്റ്. അമ്മയുടെ ഭാഗത്ത് ചിലപ്പോൾ ശരി ഉണ്ടായിരിക്കാം. പക്ഷേ ആ ശരി അമ്മ അച്ഛൻ്റെ അടുത്ത് പറയേണ്ടത് അവൻ്റെ മുമ്പിൽ വെച്ചായിരിക്കരുത്, അല്ലാതെ പറയണം. അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ള അഭിപ്രായം അത് അവൻ്റെ മുമ്പിൽ വെച്ച് പറയരുത്. അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മക്കളുടെ മുമ്പിൽ വെച്ചത് പറയരുത്. അത് നിങ്ങൾക്കിടയിൽ അത് തീർത്ത് നിങ്ങൾ ഒരേ അഭിപ്രായത്തോടു കൂടി വേണം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ. പിന്നെ നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നെഗറ്റീവ് പറയാതിരിക്കുക അവരുടെ മുമ്പിൽ. അതായത് നമ്മുടെ മക്കൾ കുസൃതി ഇപ്പോൾ കൂടുതലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത, ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ പ്രത്യേകതകൾ കാണും. എല്ലാവരും മിടുക്കരായിരിക്കണം എന്നൊന്നുമില്ല. പഠിപ്പത്തിൽ ചിലപ്പോൾ ഉഴപ്പുള്ള കുട്ടികളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലും രീതിയിലുള്ള സ്വഭാവ ഇത് ഉണ്ടായിരിക്കാം. പക്ഷേ എന്തുണ്ടെങ്കിലും അത് അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പറയാതിരിക്കുക എപ്പോഴും.
അത് ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം കേട്ടോ. കാരണം നമ്മളെപ്പോഴും അവരുടെ മുമ്പിൽ വെച്ച് അവൻ ഭയങ്കര കുസൃതിയാണ്, അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് ഏതൊരു നേരവും നമ്മൾ മറ്റുള്ളവരോടാണെങ്കിലും പറയുന്നു. നമ്മൾ ചിലപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ പറയുന്നു. അവരുടെ കേൾക്കെയാണ് നമ്മളിത് പറയുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ കുഞ്ഞുങ്ങൾ അതാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. കുസൃതി കൂടുതലുള്ളൊരു കുഞ്ഞാണ്. ഇവന് ഭയങ്കര കുസൃതിയാന്ന് എപ്പോഴും നമ്മൾ പറയുമ്പോൾ അവൻ്റെ കുസൃതി കൂടുകയേ ഉള്ളൂ. മറിച്ച് അപ്പോഴും നമ്മൾ അവനെ ചേർത്ത് നിർത്തി അവൻ ബുദ്ധിയുള്ള കുട്ടിയാണ്, അവൻ മിടുക്കനാണ് എന്നുള്ള കാര്യങ്ങൾ തന്നെ അവൻ്റെ മെമ്മറിയിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കായിട്ടും അവൻ ആ ഒരു രീതിയിലേക്കേ പോവുകയുള്ളൂ. അത് നമ്മൾ തന്നെയാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മളെ പറ്റിയാണെങ്കിലും നമ്മൾ നല്ലത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിലൊരു പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ പോസിറ്റിവിറ്റി തന്നെയാണ് വരുള്ളൂ. അതേസമയം നെഗറ്റീവ് തന്നെ നമ്മളെ എപ്പോഴും കേട്ടുകൊണ്ടിരുന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളും നെഗറ്റീവ് തന്നെ ചിന്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഒരിക്കലും നെഗറ്റീവ് സംസാരങ്ങൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും പറയാതിരിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ നല്ലൊരു സുഹൃത്തായിരിക്കുക. അതാ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യം കൂടിയാണ്. അവർ പറയുന്നത് എന്തും നമ്മൾ കേൾക്കാനുള്ളൊരു സമയം ഉണ്ടാക്കിയെടുക്കുക. എത്ര തിരക്കാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുപ്രായത്തിലേ മുതൽ നമ്മളോട് എന്തും പറയുന്ന ഒരു നല്ല സുഹൃത്താക്കി മാറ്റുക എന്നുള്ളതാണ്. അവരെപ്പോഴും കൂട്ടുകാരേക്കാൾ കൂടുതൽ അവർ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് എപ്പോഴും നമ്മളെ ആയിരിക്കണം. അച്ഛനായാലും അമ്മയായാലും ആ ഒരു ഇമ്പോർട്ടൻസ് കുട്ടികൾക്ക് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. അവർ അനുസരണയുള്ള നല്ല മിടുക്കൻ കുട്ടികളാക്കാനും സാധിക്കും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ടീനേജ് പ്രായത്തിൽ കുട്ടികളോട് എങ്ങനെ പെരുമാറാം എന്നുള്ളതിനെ പറ്റിയാണ് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ.